നമ്മളിന്ന് പോകുന്നത് തെങ്ബോച്ചെ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കേട്ടോ. നമ്മളിപ്പോൾ ട്രെക്കിങ് തുടങ്ങി. ഒരു 6 to 7 hours ഉണ്ട്. ഉച്ചക്ക് ലഞ്ച് കഴിക്കാൻ നിർത്തും, അതിനുശേഷം പിന്നെയും ട്രെക്കിങ്ങാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ഷോട്ടിൽ കാണാം. ഇവിടെ ഉണ്ട് ഫുള്ള് ഫാമിങ് കേട്ടോ. ഇവിടെ ക്യാബേജ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഫാം ചെയ്യുന്ന സ്ഥലമാണ്. നല്ല മഞ്ഞ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ജോസും പിന്നെ ഗൈഡും മുന്നിലോട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ വഴി കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞാൽ നല്ല സ്റ്റീപ്പാവും, അത് നല്ല ഡിഫിക്കൽട്ടായിരിക്കും. ഇത് കുഴപ്പമില്ലാത്ത വഴിയാണ്. ആ ഇത് കണ്ടോ, അതൊക്കെ മലകളാട്ടോ. പക്ഷേ മഞ്ഞുകൊണ്ട് മൂടിയിരിക്കുകയാണ്. അടിപൊളിയാണ്. ഇവിടെ നടക്കാനുള്ള സുഖമുണ്ട്, കുറച്ചതിനെ മാറും. കണ്ടോ, നേരെ നടന്നു പോകുന്നത്. ഇനി മേലോട്ട് കയറ്റാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇറക്കുന്നുണ്ടോയെന്നറിയില്ല, പക്ഷെ മേലോട്ട് കയറ്റാണ് ഇനി അങ്ങോട്ടേക്ക്. ഇത് കണ്ടോ, ഇവിടുത്തെ മൗണ്ടെയ്ൻസൊക്കെ നോക്കിയാൽ ഫുള്ള് മഞ്ഞ് കൊണ്ട് മൂടിയ. ഇതെന്താ എവറസ്റ്റ് 50th ആനിവേഴ്സറി 1953 to 2003. അതിൻ്റെ ഒരു മോണുമെൻറ്റ്സ് പോലെ ഉണ്ടാക്കി വെച്ചേക്കുക. ജോക്കിയോ ഇപ്പോൾ പോയതാട്ടോ. സാധനം ലോഡായിട്ട് അങ്ങ് മേലോട്ടേക്ക് പോവാണ്. ഹായ്, എന്താ മോനെ വ്യൂ നോക്കിയാ. എൻ്റെ മോനെ കിടിലൻ വ്യൂ കേട്ടോ. ഇനിയും കുറേ നടക്കാനുണ്ട് കേട്ടോ. ഇതാ നടന്നുകൊണ്ടിരിക്കണേ. ഇനി ഇതിന് താഴെ ഇറങ്ങിയിട്ട് അവിടെയാണ് ഫുഡ് കഴിക്കുക. പിന്നെ ഒരു കയറ്റാണ് മേലോട്ടേക്ക്, തിംബോച്ചെ. അവിടെയാണ് ഇന്നെൻ്റെ സ്റ്റേ. ഓക്കെ, ഇത് കഴിക്കാൻ പാടില്ല കേട്ടോ. ഇത് കഴിച്ച് കഴിഞ്ഞാൽ മരണപ്പെടും എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വരുന്നവർ ഇതൊന്നും എടുത്ത് കഴിച്ചേക്കല്ല കേട്ടോ, പണി പാളും. ഓക്കെ, നല്ല സുഖമുണ്ട് ഇതിലൂടെ നടക്കാൻ. നല്ല പ്ലെയിൻ, എന്താ പറയുക, നടക്കുന്ന സ്ഥലമാണ്. നല്ല സുഖമുള്ളതുകൊണ്ട് ഒരു വേദന അറിയുന്നില്ല. പക്ഷേ എനിക്ക് കയറ്റം കയറുമ്പോൾ നല്ല വേദന ഉണ്ടാവും. ഓരോ സോവിനിയേഴ്സും അങ്ങനത്തെ കാര്യങ്ങൾ കേട്ടോ. പിന്നീട് കഫേ ഉണ്ട്, ബേക്കറി, റെസ്റ്റോറൻറ്റ്സ്, സ്റ്റേ ഉണ്ട് കേട്ടോ അവിടെ. ആ എന്തായാലും ഒരു 1,30,000 കയ്യിൽ വെക്കേണ്ടി വരും എല്ലാവരും കൂടിയിട്ട്. ആ ആ ഓക്കെ. ഇതാണ് കേട്ടോ യാക്ക്. നേരത്തെ കണ്ട സാധനമില്ല, അത് ജോക്കിയോ, ഇത് യാക്ക്. തിംബോച്ചിലേക്ക് പോകുന്ന വഴിയുള്ളൊരു ലേക്ക് കേട്ടോ. ഇപ്പോൾ നമ്മളൊരു ബ്രിഡ്ജ് കയറാൻ പോകണം. ഇവിടെയുള്ള ഓരോ ഫ്ലവേഴ്സും ഓരോ ചെടികളും വെറൈറ്റികളാട്ടോ. ലൈഫിലൊന്നും ഇതുവരെ കാണാത്ത ടൈപ്പാണ്. ഇനി ബ്രിഡ്ജ് കയറണം. ബ്രിഡ്ജ് എത്താറായി.
അയ്യോ കിതക്കണം കേട്ടോ. എന്തേ ഇതല്ല ഇത് ഇതാട്ടോ പിടിച്ച് തിമ്പോച്ചിലേക്ക് വന്ന് ഫസ്റ്റ് പിടിച്ച്. ഇപ്പോൾ ഇവിടെ തിമ്പോച്ചി എത്തുന്നതിന് മുന്നേ ഇവിടെ ഒരു സ്ഥലത്ത് ആൾട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് മക്രോണി വിത്ത് സോസും പിന്നെ ബ്ലാക്ക് ടീയും. മക്രോണി വിത്ത് സോസും ഒന്നുമില്ല, ജസ്റ്റ് മക്രോണി അതിൻ്റെ മേലെ കുറച്ച് സോസ് വെച്ച് തരും. അതിന് 600 പിന്നെ കട്ടൻ ചായക്ക് 100. അപ്പം അങ്ങനെ തന്നെ 700 ഇനി ഇത് കഴിച്ചിട്ട് കുറച്ച് നേരം ഫ്ലാറ്റായ സർവീസിലൂടെ നടക്കും. പിന്നെ ഒറ്റ സ്റ്റീപ്പ് കയറ്റാണ്, അത് 2 മണിക്കൂറോളം നേരെ മേലെ കയറും. ഇത് തിങ്ബോച്ചേന് മുന്നേ ഉള്ള ട്രക്കിങ്ങിൻ്റെ പാസ് എടുക്കുന്ന സ്ഥലം കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ മറ്റേ ഇവരുടെ പ്രാർത്ഥനൻ്റെ സാധനം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് മോട്ടറല്ല, വെള്ളത്തിൻ്റെ ഇതിലാന്ന് തോന്നുന്നുണ്ടാ. ഇനി ഇവിടുന്ന് ഒരേ കയറ്റാണ് മേലോട്ടേക്ക്. ഇനി ഇറക്കം എന്ന് പറഞ്ഞില്ല, ഒറ്റ സ്റ്റീപ്പ് കയറ്റാൻ 2 മണിക്കൂറോളം 2-3 മണിക്കൂറോളം എടുക്കുമെന്നാണ് പറഞ്ഞത്. എൻ്റെ ഫിറ്റ്നസ് വെച്ചിട്ട് അയാൾ പറഞ്ഞത് 3 മണിക്കൂറെന്നാണ്. പൊതുവേ 2 മണിക്കൂർ എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇത് തിമ്പോച്ചിലുള്ളൊരു മൊണാസ്ട്രി കേട്ടോ. ഓക്കെ, ഇത് എങ്ങനെയാകുമ്പോൾ ഇതൊക്കെ ഇവിടെ ബിൽഡ് ചെയ്തെടുത്ത് സെറ്റപ്പാക്കി. ഇതൊരു പ്ലെയിൻ സ്ഥലമാണ്, കുഴപ്പമില്ല, പക്ഷേ തണുപ്പുണ്ട്. അപ്പോൾ ഗായ്സ്, അവസാനം ഞാൻ നിൽക്കുന്ന റൂമിലെത്തി കേട്ടോ. അതായത് തെമ്പോച്ചയിൽ ഞാൻ എത്തി. എൻ്റെ മോനെ നടന്ന് ഊപ്പാടളി കുറേ കഷ്ടപ്പെട്ടിട്ട് ഇവിടെ എത്തി. ഇനി നാളെ ഒരു 6-7 മണിക്കൂറുണ്ടെന്ന് പറഞ്ഞ് ദിമ്പോച്ചി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നാളെ പോകുന്നത്. ഓക്കെ, അപ്പോൾ നാളെ കാണാം. ബൈ.